അലഞ്ഞു നടക്കാൻ പ്രേരിപ്പിക്കുന്ന പിശാചുണ്ട്. ഒന്നിനും ഒരു സ്ഥിരതയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കും. എന്നാൽ ഒന്നിലും വിജയിക്കത്തില്ല. ഭയങ്കര അലച്ചിലായിരിക്കും. അവിടെ പോകും, ഇവിടെ പോകും, പിന്നെ കൃത്യനിഷ്ഠയില്ല, ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതമില്ല, മദ്യപാനവും പുകവലിയും എല്ലാം കൊണ്ടിങ്ങനെ അലഞ്ഞു നടക്കുന്ന പിശാച്. എന്നാൽ കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കുകയും ചെയ്യും. കൂട്ടുകാരോട് ഭയങ്കര സ്നേഹമായിരിക്കും, വീട്ടിൽ ശത്രുവായിരിക്കും. ഇങ്ങനെ നടക്കുന്ന അനേകം വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ളൊരു പൈശാചിക ബന്ധനമാണ്. ശരിക്കും വേണ്ടത് സന്ധ്യയാവുമ്പോൾ അന്ത്യക്കൂട്ടിന് വീട്ടിലുണ്ടാവുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, കിട്ടുന്ന പൈസ അത്യാവശ്യത്തിന് ചെലവഴിച്ച് മിച്ചം വയ്ക്കുക. ഇങ്ങനെയൊക്കെ ഒരു ശീലമുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതത്തിൽ വിജയിക്കുന്നവൻ. കർത്താവേ, ഈ അലഞ്ഞു നടക്കുന്ന മക്കളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. വീട്ടിൽ നിന്ന് പോയി ചിലപ്പോൾ 5ഉം 8ഉം ആഴ്ചയൊക്കെ ഉള്ളിടത്തിലൊക്കെ അലഞ്ഞ് നടഞ്ഞ് തിരിച്ചു വരുന്ന വ്യക്തികളെ കർത്താവേ അങ്ങയുടെ ഈ പൈശാചിക ബന്ധനത്തിൽ നീ ഇവരെ മോചിപ്പിക്കണമേ. ഇവരുടെ ഈ ബലഹീനതയിൽ നിന്ന് മോചിപ്പിക്കണമേ. അലയാൻ പ്രേരിപ്പിക്കുന്ന പിശാചുക്കളെ ഞാനിതാ ബഹിഷ്കരിക്കുന്നു. നിൻ്റെ ജീവിതത്തിലെ അലഞ്ഞു നടക്കുന്ന, അലഞ്ഞു പോകുന്ന, കുടുംബ ബന്ധമില്ലാത്ത വികലമായ വ്യക്തിത്വത്തിൽ നിന്ന് കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഇവരെ അങ്ങ് സുഖപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ. കർത്താവ് എനിക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് നിങ്ങളുടെ ഈ അലഞ്ഞു നടക്കുന്ന സ്വഭാവത്തിൽ നിന്ന് നിങ്ങളിതേ കർത്താവ് മോചിപ്പിക്കട്ടെ. ഈ പിശാചുക്കളെ ആട്ടി ഓടിച്ച് തിന്മയുടെ ശത്രുവിൽ നിന്ന് മോചിപ്പിച്ച് കർത്താവിൻ്റെ പാതയിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.